നമസ്കാരം. നവകേരളത്തിന്റെ പുതിയ വഴികൾ ചർച്ച ചെയ്യപ്പെടുന്ന CPM സംസ്ഥാന സമ്മേളനത്തിന്റെ മുഖം നഷ്ടപ്പെടുത്തുന്ന തീരുമാനമാണ് കൂടൽമാണിക്യത്തിൽ നിന്ന് ഉണ്ടായത്. കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് മുഖേന കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ കഴകം ജോലിക്ക് ഈഴവ സമുദായക്കാരനെ നിയമിച്ചത് പിൻവലിച്ചുകൊണ്ട് തീരുമാനമുണ്ടായിരിക്കുന്നു. ശ്രീനാരായണ ഗുരുദേവനും മന്നത്ത് പത്മനാഭനും അയ്യങ്കാളിയുമെല്ലാം ഉഴുതുമറിച്ചിട്ട കേരളത്തിന്റെ നവോത്ഥാന ഭൂമിയിലാണ് ഈ നാടിനെ നാണം കെടുത്തുന്ന സംഭവം ഉണ്ടായിരിക്കുന്നത്. ഈഴവൻ കഴകക്കാരനായാൽ തന്ത്രിപ്പണിയെടുക്കാൻ തങ്ങളിലെന്ന ക്ഷേത്രത്തിലെ തന്ത്രിവര്യന്മാരുടെ ജാതിവൃട്ടിന് മുന്നിൽ ഇടതുപക്ഷക്കാരായ ദേവസ്വം അംഗങ്ങൾ തല കുമ്പിട്ടു നിന്നു. R ശങ്കറിനും VS അച്യുതാനന്ദനും ശേഷം ഒരു ഈഴവ തീയ മുഖ്യമന്ത്രി കേരളം ഭരിക്കുന്ന ഘട്ടത്തിലാണ് ഇത്തരം ഒരു നാണം കെട്ട സംഭവം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് പ്രത്യേകം പ്രസ്താവ്യമാണ്. തിരുവനന്തപുരം ആര്യനാട് സ്വദേശി VI ബാലുവിനെയാണ് കഴകക്കാരൻ നിയമനത്തിൽ നിന്നും പിൻവലിച്ചിരിക്കുന്നത്. ദൈവീക കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യാൻ പാടില്ലാത്ത തന്ത്രിമാർ നിയമന ദിവസം മുതൽ ക്ഷേത്രം ബഹിഷ്കരിച്ചു എന്നുള്ളത് പ്രബുദ്ധ കേരളത്തിന് അപമാനമാണ്. തന്ത്രിമാരും മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങളും തമ്മിൽ നടന്ന ചർച്ചയിലാണ് കേരളത്തെ ഭ്രാന്താലയമാക്കുന്ന ഈ തീരുമാനമുണ്ടായത്. പ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് മുന്നോടിയായി തന്ത്രിമാർ ശുദ്ധിക്രിയകൾക്ക് തയ്യാറായതും വാർത്തയായി. ഈഴവനെ തൂത്തെറിയാനുള്ള ഇടതുപക്ഷ തന്ത്രി ചർച്ച 6 മണിക്കൂർ നേരമാണ് നീണ്ടുനിന്നത്. ഒടുവിൽ കടകക്കാരനെ ആ സ്ഥാനത്ത് നിന്നും മാറ്റി. അതും മാറ്റിയത് ഓഫീസ് അറ്റൻഡർ സ്ഥാനത്തേക്കാണ്. അത് മതി ഈഴവന് എന്നുള്ളതായിരുന്നു തീരുമാനം. അടിച്ചുതളിക്കാരനായ പിഷാരടി സമുദായ അംഗത്തിന് കടക തസ്തികയിൽ പകരം ചുമതല നൽകുകയും ചെയ്തു. സവർണ സമുദായത്തിൽപ്പെട്ട ഒരംഗം മാത്രമാണ് തന്റെ കമ്മ്യൂണിസ്റ്റ് ചിന്താഗതികൾ ഉയർത്തിപ്പിടിച്ച് മുന്നോട്ടു പോയത്. തന്ത്രിമാർ അതിശക്തമായി എതിർത്ത് നിന്നതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു തീരുമാനം ഉണ്ടായത്. സംസ്ഥാനത്തെ 5 ദേവസ്വം ബോർഡുകളിൽ ഒന്നായ കൂടൽമാണിക്യം ദേവസ്വത്തിൽ സർക്കാർ നാമനിർദ്ദേശം ചെയ്യുന്ന 7 പേരിരിക്കുമ്പോഴാണ് ഇത്തരം ദയനീയമായ സംഭവം നടന്നിരിക്കുന്നത്. കഴകക്കാരനെ ഓഫീസിലേക്ക് മാറ്റിയത് ഭരണപരമായ തീരുമാനമാണെന്നും അതിന് അഡ്മിനിസ്ട്രേറ്റർക്ക് അധികാരമുണ്ടെന്നും പറഞ്ഞ് ചെയർമാൻ കൈയൊഴിഞ്ഞതോടെ നവകേരളത്തിന്റെ പോക്ക് എങ്ങോട്ടാണ് എന്നൊരിക്കൽ കൂടി മനസ്സിലായി. ജാതിബദ്ധ സംഭവങ്ങൾക്കതീതമായി താന്ത്രിക വിദ്യ പഠിച്ചവരെല്ലാം തന്ത്രിമാരാണെന്ന കേരളത്തിന്റെ പൊതുബോധമാണ് ഇവിടെ നഷ്ടപ്പെട്ടിരിക്കുന്നത്. വെള്ളാപ്പള്ളി നടേശൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ഈ വിഷയത്തിൽ പ്രതികരിക്കാതിരുന്നതാണ് അതിനേക്കാൾ അപമാനകരവും അപകടകരവുമായി മാറിയിട്ടുള്ളത്. കണ്ണാടി ശിവനെ പ്രതിഷ്ഠിച്ച് കേരളത്തിലെ ബ്രാഹ്മണ്യത്തിനെതിരെ പടപൊരുതിയ ശ്രീനാരായണ ഗുരുദേവൻ ഉഴുതുമറിച്ചിട്ട ഈ നവോത്ഥാനത്തിന്റെ ഭൂമിയിൽ ഇത്തരം ഒരു നടപടി ഉണ്ടായത് എങ്ങനെയാണ് എന്നുള്ള ഇപ്പോഴും ആർക്കും പിടികിട്ടാത്ത സംഭവമായി നിൽക്കുകയാണ്. ഇത്തരം വിഷയങ്ങളിൽ പ്രതികരിക്കാനെത്താറുള്ള സംഘപരിവാർ ശക്തികളും ഇക്കാര്യത്തിൽ പ്രതികരിച്ചില്ല എന്നുള്ളത് പ്രത്യേകം പ്രസ്താവ്യമാണ്. അപകടമാണ് കേരളത്തിനിത്, അപമാനമാണ്. 100% സാക്ഷരത അവകാശപ്പെടുന്ന ഒരു സംസ്ഥാനത്ത് ഏറ്റവും ശക്തമായ ജാതിബദ്ധ സമ്പ്രദായങ്ങൾക്കെതിരെ പടയോട്ടം നടത്തുന്ന ഒരു സംസ്ഥാനത്ത് ബ്രാഹ്മണന്മാർക്ക് മാത്രമല്ല ബ്രാഹ്മണ്യവും താന്ത്രിക വിദ്യകളും സ്വായത്തമാക്കിയിട്ടുള്ള ആർക്കും പൂജാവിധികൾ ചെയ്യാം എന്ന നിയമം നിലനിൽക്കുന്ന ഒരു സംസ്ഥാനത്ത് ഇത്രയും ദുരന്തപൂർണമായിട്ടുള്ള ഒരു സമീപനമുണ്ടായത് കേരളത്തെ ഞെട്ടിക്കുന്ന ഒന്ന് തന്നെയാണ്.